സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ സ്പീഡിയൽ ഗെയിമിംഗ്. ഇന്ന് നമ്മൾ ദ ക്രൂ മോട്ടർ ഫെസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സോ നമ്മൾ ലാസ്റ്റ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ എന്തായാലും പോയി കാണാം. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ Z4 നമ്മൾ ഇത്തിരി മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഇറക്കിയായിരുന്നു. സോ ഇതാണ് ഇപ്പോഴത്തെ ഔട്ട്പുട്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ മറ്റേ Z4 മോഡിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരെ എന്തായാലും പോയി കാണാം. നമുക്ക് അപ്ഗ്രേഡ്സ് നാളെ വന്നിട്ടുണ്ട്. അതെ നമ്മുടെ കയ്യിൽ ഇതെല്ലാം ടോപ്പിലാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ Z4 വെച്ചിട്ട് ഒരു ഓഫ് റോഡിങ്ങിനൊക്കെ പോയായിരുന്നു, കാണാത്തവർ എന്തായാലും പോയി കാണാം. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ഇനിയിപ്പം നമ്മുടെ കുറച്ചും കൂടി നമ്മുടെ റേസസ് കിട്ടും, നമ്മുടെ ആ ഒരു പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഇതിട്ടൊക്കെയാണ് നമ്മളിനി പോകാൻ പോണത്. പിന്നെ നമുക്ക് ഫസ്റ്റ് കാര്യം പൈസ കിട്ടി കഴിയുമ്പോൾ പുതിയ വണ്ടി എടുക്കണം, പണി തുറക്കണം, ഫസ്റ്റ് കാര്യം. സോ നമുക്ക് ഹവായ് സീൻ ടൂറിൻ്റെ റേസ് നമ്മൾ 13 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പോൾ എത്ര പൈസ ഉണ്ട് നോക്കാം. 61K ഉണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ. പിന്നെ നമ്മൾ ആക്ടിവിറ്റീസ് പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ ഹവായ് സീൻ ടൂറിൻ്റെ 3 റേസസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി 1 2 3 4 5 6 6 കൂടി ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് നേരെ റേസ് ഇട്ട് വിടാം ഗൈസ്. പ്രൊഫൈല്, വെഹിക്കിൾസ്, Z4 ഡ്രൈവ് ഗൈസ്. അതിന് മുമ്പ് നമുക്ക് 61Kക്ക് വണ്ടി വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാലോ, അത് വിളിക്കും. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അടുത്ത് വല്ലതും ഉണ്ടെങ്കിൽ പൈസ കിട്ടിയിട്ട് അപ്പം തന്നെ എടുക്കാമല്ലോ. വെഹിക്കിൾ കാറ്റലോഗ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ടി, ഫസ്റ്റ് കാറായിട്ട് ചീപ്പായിട്ടുള്ളൊരു വണ്ടി എടുക്കാം ഗൈസ്. ലൈക്ക് ഒരു സെഡാൻ ചീപ്പായിട്ടുള്ളൊരു സെഡാൻ എടുക്കാം. നമുക്ക് ക്രൈസ്ലർ ഇല്ല, എത്ര എക്സ്പെൻസീവാണ്. സിട്രോൺ വേണ്ട. ഇതേതാ, ഡെലോറിയൻ ഗൈസ്. ഈ വണ്ടിയാണോ മറ്റേ ഏതൊരു സിനിമയില്ലേ, ഫാസ്റ്റ് ട്രാവൽസിനെ പറ്റി എന്താണ്ട് ഒരു സിനിമയില്ലേ, അതിനകത്ത് ഞാൻ കണ്ടുവന്ന ഈ വണ്ടിയല്ലേ ഗൈസ്. നമുക്ക് ചീപ്പായിട്ടുള്ള ലൈക്ക് മോസ്റ്റ് ചീപ്പസ്റ്റ് നോക്കാം. ഫോർഡ് അത്യാവശ്യം നല്ല ചീപ്പായിരിക്കും. ഫോർഡ് റാപ്റ്റർ ഇത് 51,000 രൂപയ്ക്ക് ഇത് റാപ്റ്റർ ഗൈസ് 51. ഇതെടുക്കാണ്ട് നമുക്ക് ഇത്തിരി പണി തുറക്കാൻ പൈസയൊക്കെ നോക്കിയിട്ട് നമുക്ക് പണി തുറക്കാം. നമുക്ക് ബ്ലാക്ക് കളറിൽ ഇപ്പം എടുക്കാം. റിംസ് 2 റിംസ് ഉണ്ട്, അതെന്തായാലും ഇരിക്കട്ടെ. ഓക്കെ, എടുക്കാം. നമ്മുടെ സെക്കൻഡ് കാറ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഒന്ന് കസ്റ്റമൈസ് നോക്കാം. വിഷ്വൽ പാർട്സ്, നമ്മുടെ ബോഡി ഇതിൻ്റെ സംഭവമൊക്കെ ആയിരിക്കും. ഹുഡ് ഇല്ല, ഓഫ് റോഡ് സ്പെക്ക് വെച്ചാക്കുമ്പോൾ ഹുഡിൻ്റെ ആവശ്യമില്ല. ഫ്രണ്ട് ബമ്പർ, ഇതെന്താണ് ഇത് ട്രാക്ക് വണ്ടിയല്ലാണ്. ഞാൻ ഓഫ് റോഡ് സ്പെക്ക് വിചാരിച്ചിട്ടാണ് വണ്ടി എടുത്തത്. ഓഫ് റോഡൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സ്റ്റാൻഡ്സൊക്കെ പൊക്കി വെച്ചേക്കാം. നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാൻ പറ്റൂല, ഇത് ഭയങ്കര ചെറുതായിപ്പോയി. എൻജിൻ വർക്ക് എവിടെയായിരുന്നു? അയ്യോ, എന്നത്തെ വരുവാണെങ്കിൽ ഇത് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് പ്രൊഫൈലിൽ പോയിട്ട് ആക്കി നോക്കാം.
വെഹിക്കിൾസ്. ഓക്കെ, അപ്ഗ്രേഡ് 4. ഇത് വന്നിട്ട് ഇത് ഓക്കെ. പ്രോ സെറ്റിങ്സിൽ എന്താ ഉള്ളത് നോക്കല്ല. ലെറ്റ്സ് ഡ്രൈവ്. നമ്മുടെ ഫസ്റ്റ് റൈഡ് ഗൈസ്, റാപ്റ്റർ എടുത്തതിൻ്റെ. നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, പിന്നെയും ബട്ടൺ ഞെക്കിയത് മാറിപ്പോയി. നമ്മൾ ഇത് ആദ്യം കളിച്ചപ്പോൾ ഇങ്ങനെ തന്നെ പറ്റിയായിരുന്നു. ഇന്നത്തെ ഹാൻഡ് ബ്രേക്ക് ഏതാ? അയ്യോ, അങ്ങനെ സെറ്റിങ്സ് ഇത്തിരി ഒന്ന് ചേഞ്ച് ചെയ്യാം ഗൈസ്. അപ്പം ഞാൻ വേഗം ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഓക്കെ, ബൈ. സോ ഗൈസ്, നമ്മൾ കൺട്രോൾസിലൊക്കെ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നോക്കിന് നേരെ നമ്മുടെ റേസിട്ട് പോവാം. സൗണ്ട് ഏതാ? ഫസ്റ്റ് ഗിയർ ഇടാം ഗൈസ്. 3rd 4th 5th 6th. ഗൈസ്, നമ്മളിപ്പുറത്തെ ഒരു പോർഷെ ഗൈസ്. നമുക്കിനിപ്പോൾ പോർഷൊക്കെ എടുക്കാനുള്ളതാണ്. തിരിയട്ടെ. അയ്യോ, ഇതിനകത്ത് ഈ പാട്ട് വരുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, മ്യൂസിക് പ്ലെയർ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രേസിലൂടെ നമുക്ക് ഇനിയും BMW കുറേ എടുക്കണം. ഇനി കുറച്ചിരുന്ന് ഗ്രൈൻഡ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലേലിസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറേ പ്ലേലിസ്റ്റൊക്കെ കളിക്കാനുണ്ട്. പിന്നെ ബൈക്കൊക്കെ എടുക്കുക ഗൈസ്. അതാണ് മെയിൻ സ്പെഷ്യാലിറ്റി. ഫോർസ ഹൊറൈസൺ 5 ഇല്ലാത്ത മെയിൻ സ്പെഷ്യാലിറ്റിയാണ്. എനിക്ക് ആദ്യം ഈ ഫോർസ ഹൊറൈസൺ കളിക്കുന്നത് ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ PS4 ഫോർസ ഹൊറൈസൺ ഒരു ഗെയിംസ് കളിക്കാൻ പറ്റൂല. അതുകൊണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഫോർസ ഹൊറൈസൺ നല്ലപോലെ മറ്റേ ഹൈ ഗ്രാഫിക്സ് ആ ഒരു ലെവലിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇത് PS4 കിട്ടൂലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ബെറ്റർ ആയിട്ടുള്ള ഗെയിംസ് നോക്കി. ക്രൂ കിട്ടി. ക്രൂ എന്ന് കഴിയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ ഫോർസ ഹൊറൈസൺ 5 ബെറ്ററാണ്. 6 ഇറങ്ങി അതിൻ്റെ അടുത്തേ വരൂല. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഫോർസ ഹൊറൈസൺ 5 ബെറ്ററായിട്ട് തോന്നി. കാരണം പ്ലേലിസ്റ്റുകൾ ചില ഫോർസിൻ്റെ റേസുകളിൽ ഈ നമ്മുടെ എന്താ ടോപ്പ് 3 വല്ലതും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ റേസ് തോറ്റു. പക്ഷേ ഇതിനകത്ത് ചില റേസുകൾക്ക് മറ്റേ ടോപ്പ് 3. പിന്നെ ചില റേസുകളിൽ ടൈം ലാപ്സിൻ്റെ അങ്ങനത്തെ പലതും. അതുകൊണ്ട് പിന്നെ ബൈക്ക്, പ്ലെയിന്, ഹെലികോപ്റ്റർ, ബോട്ട് ഫോർസ ഹൊറൈസൺ 5 ഇല്ലാത്ത ട്രാൻസ്പോർട്ടേഷൻ അത് എല്ലാം കൂടി കൂട്ടി വെച്ച് നോക്കുമ്പോൾ ഫോർസ ഹൊറൈസൺ 5 എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഗെയിമാണ്. പക്ഷേ 6 ഒക്കെ പറയുകയാണെങ്കിൽ അടുത്തുപോലും എത്തൂല. സോ നമുക്ക് 6 കളിക്കണം. അതിനെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് PC എടുക്കണം, സ്റ്റീറിംഗ് വീലൊക്കെ പുതിയത് മേടിക്കണം ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ പൈസ ഇങ്ങോട്ട് വരട്ടെ. നമുക്ക് ഗീവ് അവേ ഒക്കെ ചെയ്യാം ഗൈസ്. പിന്നെ എനിക്കിപ്പോൾ അടുത്ത് മേടിക്കേണ്ടത് മറ്റേ PC വല്ലതും മേടിച്ചിട്ട്
മറ്റേ സ്റ്റിയറിംഗ് വീല് മറ്റേ മോസേൻ്റെ മറ്റേ ലോജിക് ടെക്കിൻ്റെ ഒക്കെ സ്റ്റിയറിംഗ് വീലില്ലേ അതെടുക്കണം. എൻ്റെ മോനെ ഫോഴ്സ് ഫീഡ്ബാക്ക് ഒക്കെ എന്ന് പറയുമ്പോൾ കറക്റ്റ് വണ്ടി ഓടിക്കുന്നതിൻ്റെ ആയിരിക്കും. പിന്നെ കോക്പിറ്റൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. PC ആയതുകൊണ്ട് പിന്നെ BeamNG ഡ്രൈവൊക്കെ കളിക്കാം. പിന്നെ ഈ PS4 പറ്റി PS5 എടുക്കണം, പൊളിയായിരിക്കും. PC-യും PS5-ഉം ഇപ്പോൾ മറ്റേ പുതിയ ഇതൊന്നുണ്ടല്ലോ, മറ്റേ എന്താ PS5-ലേക്ക് BeamNG ഡ്രൈവ് വരുന്ന പുതിയ അപ്ഡേറ്റ്. നമ്മുടെ കയ്യിലിപ്പോൾ PS4 ഉള്ളു. പിന്നെ ഗൈസ് നമ്മുടെ മൊബൈൽ ഗെയിംസ് ഏതെങ്കിലും കളിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നമുക്ക് ലൈക്ക് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതും പിന്നെ ചില ഗെയിംസൊക്കെ നമുക്ക് കളിക്കാം ഗൈസ്. അയ്യോ ഓക്കെ. പിന്നെ മൊബൈൽ ഗെയിമിൽ നല്ലതായിട്ട് വരുന്നത് കാർക്ക് സ്ട്രീറ്റ് കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ? പക്ഷെ എൻ്റെ ഇതിനകത്ത് ഇത് കിട്ടൂല, ഇത് ഇത്തിരി ഹൈ ലെവൽ ഗെയിമാണ്. ഹൗ ഐ സീൻ ടൂർ. ലെറ്റ്സ് ഗോ ഗൈസ്. ഏറ്റവും മേളിൽ മറ്റേ ഒബ്ജക്റ്റീവ് കണ്ട ഫിനിഷ് ദി ഇവന്റ്. ചില റേസിൽ നമ്മൾ മറ്റേ റേസ് കംപ്ലീറ്റ് ചെയ്താലും മതി. അതാണ് മറ്റേ ക്രൂവിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കുന്നത് ഫോർസ ഹൊറൈസണിനേക്കാൾ. ഞാൻ ഫസ്റ്റ് ഗിയറിലായിരുന്നു, ഞാനത് മറന്നുപോയി ഗൈസ്. ഞാൻ ഈ വണ്ടി എന്താ പോവാത്തെന്ന് വിചാരിച്ച് ഞാൻ മാനുവലായിട്ട കാര്യം മറന്നുപോയി. ഇനിയിപ്പോൾ ഇത്തിരി വെയിറ്റ്, നമുക്ക് റിവൈൻഡ് അടിച്ചിട്ട് അവന്മാരുടെ അടുത്തെത്തണം ഗൈസ്. നമ്മളവിടെ വെച്ച് മാറിപ്പോയത. അയ്യോ പിന്നെ മാറിപ്പോയി. ഒന്നോടെ റിവൈൻഡ്. ഗിയർ മാറ്റുന്ന സൗണ്ട് നല്ല രസമുണ്ടല്ലേ, ഉണ്ടാ ഒരു ബൗൺസിൻ്റെയാണ് ഒരു ഇത്. പിന്നെ ഗിയർ മാറ്റാൻ മറന്നു. അയ്യോ ഞാനത് മറന്നു പോകുന്നു ഗൈസ്. പിന്നെ മറന്നുപോയി. ആക്കിയത് എപ്പോഴും മറ്റേ സ്പീഡോമീറ്റർ നോക്കിക്കണം, അല്ലെങ്കിൽ ഗിയർ എപ്പോഴാണ് മാറണേന്ന് മാറിപ്പോകും. ചിലപ്പോൾ ഗിയർ മാറാനേ മറന്നു. പിന്നെ വോയിസ് അല്ല, ഈ സൗണ്ട് ഇത്തിരി കൂട്ടണം. അത് ഇതിനകത്ത് കൂട്ടിക്കഴിഞ്ഞാൽ മറ്റേ ഞാൻ സംസാരിക്കുന്നത് കേൾക്കൂല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. നമ്മളെ മറ്റേ എൻജിൻ സൗണ്ട്സ് കേട്ടിട്ടാണ് മോസ്റ്റ്ലി ഗിയർ മാറ്റുന്നത്. ഇത് ആ സൗണ്ട് കേൾക്കത്തേ ഇല്ല. അതുകൊണ്ട് അയ്യോ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്കിനി വേഗം ഈ റേസ് തീർത്തിട്ട് കാണാം ഗൈസ്. സോ ഗൈസ് നമ്മൾ ആ റേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നേരെ അടുത്ത റേസിന് പോവാം. 7 കിലോമീറ്റർ ഉണ്ട് ഗൈസ് അടുത്ത റേസിന്. ഓ മൈ ഗോഡ്, ഈ ഫാസ്റ്റ് ഫോർവേഡ് എന്താ സംഭവം? അതാണ് നമുക്ക് ഇത് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാം ഗൈസ്. നമുക്ക് വേഗം എത്തും. കൺട്രോളർ എടുക്കട്ടെ. എവിടെ ഫാസ്റ്റ് ട്രാവൽ? ഓക്കെ. ഇവിടെയാണ്. നമുക്ക് ഓഫ് റോഡ് ഉണ്ടോ? സത്യം പറഞ്ഞാൽ സൂം ചെയ്യാൻ പറ്റൂല ഇനിയും. ഇത് റോഡാണ് ഗൈസ്. ഓഫ് റോഡ് ചെയ്യാൻ അത്രയ്ക്ക് ഉണ്ടാവില്ല. നമുക്ക് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റും. 10 പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം ഫാസ്റ്റ് ട്രാവൽ ചെയ്യണമെങ്കിൽ. ശരി, നമുക്കെന്നാ പതിയും കൂടാ. നമുക്കത് BMW എടുത്തിട്ട് പോവാം അല്ലേ? ഫാസ്റ്റ് ഇത് യെസ്.
നമ്മുടെ BMW Z4. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഞാൻ നേരെ അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി നേരെ റേസ് ഇട്ട് വിടാം. ഇത് ചെറിയൊരു റേസ് ആവാൻ സാധ്യതയുണ്ടാവും ചിലപ്പോൾ. ലെറ്റ്സ് ഗോ. ഷവർലെറ്റ് ക്യാമറ Z28 ആണ് നമ്മുടെ വണ്ടി. ഇതിനകത്തും ഒബ്ജക്റ്റീവ് ഫിനിഷ് ദ ടാസ്ക് ആണ്. അല്ല ഫിനിഷ് ദ ഇവന്റ്. മല സ്കിപ്പ് അടിച്ചോടാൻ പറ്റുക. സ്കിപ്പ്. ലെറ്റ്സ് ഗോ. നമ്മുടെ ഇത്തിരി പഴയ വണ്ടിയാണ്. മറ്റേ റിയർ സസ്പെൻഷൻ താന്നും മറ്റേ ഫ്രണ്ട് സസ്പെൻഷൻ പൊങ്ങിയിരിക്കുന്നു. അയ്യോ, ഗിയർ വരാൻ പിന്നെ മറന്നുപോയി. ഫിനിഷ് ദൈവൻ്റെ അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് നേരെ പറപ്പിച്ചു വിടാം. സോ നമുക്ക് റേസ് തീർത്തിട്ട് കാണാം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് അടിച്ചിരിക്കുന്നു. അയ്യോ, 3 ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഇവര്. നൈസ് ഗൈസ്. നമ്മുടെ വണ്ടി വേണ്ട, പഴയ മസിൽക്കാർ അവരുടെ വണ്ടി വേണ്ട. ഒരു ഹെൽക്കാറ്റും ഒരു മസ്താങ്കും. നമ്മൾ ജയിച്ച്. സ്കിപ്പ് അടിച്ചോടാം. ഇതിനിപ്പോൾ എത്ര പൈസ കിട്ടി? 28K കിട്ടി ഗൈസ്. നമുക്ക് കണ്ടിന്യൂ. ഓക്കെ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുമ്പിട്ട വീഡിയോസ് എല്ലാവരും പോയി കാണാം. സോ ഓക്കെ, ബൈ.